അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ലെങ്കിലും നടൻ ജയറാമിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം വാ തുറക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. മുൻപിൻ നോക്കാതെ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. മുൻപ് മകൻ കാളിദാസൻ വിവാഹം കഴിച്ചപ്പോൾ വധു കലിംഗരായർ കുടുംബാംഗമാണെന്നും തൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു കുടുംബത്തിൽ നിന്നും ഒരു ബന്ധുത്വം കിട്ടിയത് എന്നുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം കുറച്ചു കാലം ഏറിൽ തന്നെയായിരുന്നു. അതിനുശേഷം വാ തുറക്കാതിരുന്ന അദ്ദേഹം ഇപ്പോൾ ശബരിമല വിവാദത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോഴും ഏറെ വിവാദമായേക്കാവുന്ന പ്രസ്താവന തന്നെയാണ് ജയറാമിൻ്റെതെന്ന് വേണം പറയാൻ. ശബരിമലയിലേക്കുള്ള സ്വർണ്ണപാളികളുടെ ഉദ്ഘാടനത്തിനായി തന്നെ ക്ഷണിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ വിശ്വസിച്ച കാരണമാണ് ഏറ്റവും വലിയ കോമഡിയായി തോന്നിയത്. ശബരിമലയിൽ ഇനി കുറെ കാലം വെക്കാൻ പോകുന്ന സംഗതി ഉദ്ഘാടനം ചെയ്യേണ്ടത് ജയറാമാണെന്ന് അയ്യപ്പൻ സ്വപ്ന ദർശനത്തിലൂടെ തന്നോട് പറഞ്ഞെന്നും അതിനാലാണ് ജയറാമിനെ സമീപിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്രേ. ഇദ്ദേഹമാണെങ്കിൽ അത് വെള്ളം തൊടാതെ വിശ്വസിക്കുകയും അതിൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരു കള്ളത്തരത്തിന് തല വെച്ച് കൊടുക്കുകയും ചെയ്തു. 50 കൊല്ലമായി മുടങ്ങാതെ ശബരിമലയിൽ പോകുന്ന ഭക്തൻ എന്ന നിലയിലാണ് താൻ ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് പറയുന്നതൊക്കെ ന്യായം. എന്നാലും ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞ് പണിയിപ്പിച്ച സാധനം തൻ്റെ വീട്ടിൽ കയറ്റുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കള്ളത്തരങ്ങളും പൈസയ്ക്ക് വേണ്ടിയുള്ള വടംവലിയും ഒന്നും തീരെ അറിയാതെയാണ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെന്നൈയിലുണ്ടെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നതിന് മുൻപ് വന്ന് ഉദ്ഘാടനം ചെയ്താൽ നന്നാകുമെന്നും വീരമണി സ്വാമിയെ പാടാൻ വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ചടങ്ങിൽ വീരമണി സ്വാമിയും താനും പാടിയതായും ജയറാം പറയുകയുണ്ടായി. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്തപ്പോൾ താൻ കർപ്പൂരം ഒഴിയുകയും ശരണം വിളിക്കുകയുമെല്ലാം ചെയ്തു. പകുതി ദിവസം ഷൂട്ടിങ്ങിന് അവധി നൽകിയാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തത്. എന്തൊരു നിഷ്കളങ്കമായ പ്രതികരണമല്ലേ. 2019 ജൂൺ മാസത്തിൽ ചടങ്ങ് നടന്നതായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വെളിപ്പെടുത്തൽ. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിൽ നടന്ന ഉദ്ഘാടനത്തിൽ ആ ചടങ്ങിലാണ് ജയറാം പങ്കെടുത്തത്. ശേഷം ജയറാമിന് തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ പാളികൾ തൻ്റെ ചെന്നൈയിലെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രശ്നമാവുമോ എന്ന് ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞത്രേ 50 വർഷമായി തന്നെ കാണാൻ വരുന്ന ഭക്തൻ്റെ വീട്ടിലല്ലെങ്കിൽ വേറെ ആരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലാണ് ഭഗവാന് സന്തോഷമാവുക എന്ന്. ആഹാ, എന്ത് മനോഹരമായ ആചാരങ്ങൾ. ഇത്രയധികം ഭക്തന്മാരുണ്ടായിട്ടും അയ്യപ്പസ്വാമി തന്നെയാണ് ഈ ചടങ്ങിനായി തിരഞ്ഞെടുത്തതെന്ന് ഒരു സ്വകാര്യ അഹങ്കാരമായി താൻ പലരോടും പറഞ്ഞതായും ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അത് വേറൊരു കോമഡി. ഒരു പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഇക്കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അന്ധവിശ്വാസത്തെക്കാൾ ഭീകരമാണ് ഇത്തരം അന്ധമായ വെളിവില്ലായ്മ. ഇദ്ദേഹം ഒരു വിഡ്ഢി സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നതിന് ഇതിനും വലിയൊരു തെളിവുണ്ട്. പൈസയുള്ളവരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ആ ഒരു ഓളത്തിൽ അവരങ്ങനെ മുന്നോട്ട് പോകും. പൂട്ടിന് തേങ്ങയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി കൊടുത്താൽ മാത്രം മതിയാവും. എന്തായാലും ജയറാമേട്ടൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നുകൂടി ഒന്ന് കണ്ടോളൂ. ചിലപ്പോൾ ജയറാം ഭക്തന്റെ കൂടെ പോറ്റി ഒരു ജയിൽവാസം കൂടി നടത്തണം എന്നെങ്ങാനും ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ.